എബിഡോക്സ് മലയാളത്തിന്റെ പുതിയൊരുടിലേക്ക് സ്വാഗതം. ISL 11ാം സീസണിലെ മാച്ച് വീക്ക് 18 ജനുവരി 24 നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC നേരിടും. ഈ വരുന്ന വെള്ളിയാഴ്ച കൊൽക്കത്തയിലെ വിവേകാനന്ദ യുവഭാരതി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. പ്ലേ ഓഫ് സാധ്യതകൾ ഏതാണ്ട് അവസാനിച്ച മട്ടിലാണെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പ്രതീക്ഷകൾ നിലനിർത്തണമെങ്കിൽ ഈസ്റ്റ് ബംഗാളിന് എന്ത് വില കൊടുത്ത് മത്സരം ജയിച്ചേ മതിയാകും. ബ്ലാസ്റ്റേഴ്സിനും ഏതാണ്ട് ഇതുപോലെയാണ് കാര്യങ്ങൾ. പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്തുന്നതിനായി ബ്ലാസ്റ്റേഴ്സിനും ജയിച്ചേ മതിയാകും. പോയിന്റ് ടേബിളിൽ 16 മത്സരങ്ങളിൽ നിന്നും 14 പോയിന്റുമായി ഈസ്റ്റ് ബംഗാൾ 11ാം സ്ഥാനത്തും 17 മത്സരങ്ങളിൽ നിന്നും 21 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് 8ാം സ്ഥാനത്തുമാണ്. ആതിഥേയരായ ഈസ്റ്റ് ബംഗാൾ അവസാന 3 മത്സരങ്ങളും പരാജയപ്പെട്ടാണ് വരുന്നതെങ്കിൽ അവസാന 3 മത്സരങ്ങളിൽ പരാജയം അറിയാതെ 2 വിജയവും 1 സമനിലയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് വരുന്നത്. ഇരു ടീമുകളും ISLൽ ഇതുവരെ ഏറ്റുമുട്ടിയ 9 മത്സരങ്ങളിൽ 2 ഈസ്റ്റ് ബംഗാൾ ജയിച്ചപ്പോൾ 4 ബ്ലാസ്റ്റേഴ്സ് ജയിക്കുകയും 3 മത്സരങ്ങൾ സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു. ടീം ന്യൂസിലേക്ക് വരുമ്പോൾ ഈസ്റ്റ് ബംഗാളിൽ ഡിഫൻഡർ അൻവർ അലി പരിക്ക് മൂലം ഈ മത്സരത്തിനുണ്ടായേക്കില്ല. ഇദ്ദേഹത്തിന് പുറമെ സോൾ ക്രസ്പോ, മുഹമ്മദ് റാക്കിബ് എന്നിവരുടെ അവൈലബിലിറ്റിയും സംശയത്തിലാണ്. യെല്ലോ കാർഡ് സസ്പെൻഷൻ കാരണം നന്ദകുമാർ ശേഖറും മത്സരത്തിന് അവൈലബിൾ അല്ല. ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് കണ്ട ഐബൻ ഡോലിംഗ് തന്നെയാകും പ്രധാന മിസ്സിംഗ്. പുതിയ സൈനിങ് ബിക ഷുംനം അവൈലബിൾ ആണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിലും പരിക്ക് കാരണം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ മിസ് ചെയ്ത മലയാള താരം മുഹമ്മദ് അസാർ ബെഞ്ചിൽ അവൈലബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. ഇരു ടീമുകളുടെയും സാധ്യതാ ലൈനപ്പ് ഗോൾ കീപ്പറായി പ്രഭ്ഷുക്കാൻ സിംഗിൽ, ഡിഫൻസിൽ ലാൽചുനുങ്ക, ഹിജാസി, ഹെക്ടർ യൂസ്തെ, പ്രൊവഡ് ലാക്ര, മധ്യനിരയിൽ റിച്ചാർഡ് സെരീസ്, ജീക്സൺ, സൗവിക് ചക്രവർത്തി, വിഷ്ണു, മുന്നേറ്റനിരയിൽ ഡേവിഡ്, ഡയമൻഡാക്കോസ് എന്നീ താരങ്ങൾക്കാണ് സാധ്യത. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ്, ഡിഫൻസിൽ സന്ദീപ്, ഹോർമിപ്പാം, മിലോസ്, നവോച്ച സിംഗ്, മധ്യനിരയിൽ ലൂണ, ഫ്രെഡി, വിപിൻ, മുന്നേറ്റനിരയിൽ കുറോ, ഹേസൂസ്, നോവ എന്നീ താരങ്ങൾക്കാണ് സാധ്യത. ഈ മത്സരത്തിനുള്ള നിങ്ങളുടെ പ്രഡിക്ഷനും അഭിപ്രായങ്ങളും കമന്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.